മദർ തെരേസനെ ആദ്യമായിട്ട് എന്നാണ് കണ്ടത്, നേരിട്ട് കണ്ടത് എന്നാണ്? ആ ഒരു സമയം ഓർക്കുന്നുണ്ടോ? അന്നത്തെ അനുഭവം ഒന്ന് പറയും. 71 ഇത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു 60 പേരുണ്ടായിരുന്നു ഞങ്ങൾ സിസ്റ്റേഴ്സ്, ജോയിൻ ചെയ്യാനുള്ളവർ. ചെല്ലുമ്പം ഇപ്പോഴും ഓർക്കുന്നുണ്ട് മദർ ഗേറ്റിൻ്റെ വാതിൽക്ക് നിൽക്കുന്നത്. ഗേറ്റിൻ്റെ വാതിൽക്ക് മദറിനറിയാൻ വേറെയുള്ളവരാണ് വന്ന് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്. അപ്പം മദർ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട വണ്ടി വരുന്ന ഇതിൽ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് മദർ വന്ന് നിങ്ങൾ നോക്കി. അതും കൃത്യമായിട്ട് ഒരു ചെറിയൊരു ഗേറ്റ് വാതിലാണ്. പക്ഷേ അവിടെ നിന്നോണ്ട് മദറിനെ അറിഞ്ഞു ബസ് വന്നു ഓൾറെഡി ഔട്ട് സൈഡിൽ. അന്നേരം മദർ വന്ന് ഞങ്ങളെ നോക്കി ഓരോരുത്തരുടെയും ബ്ലെസ്സിങ് തന്ന് ഓരോരുത്തരെ അകത്തെടുത്തത്. അങ്ങനെ എടുത്തതല്ലേ? ഞങ്ങൾ 70-80 പേരുണ്ടായിരുന്നു. അന്ന് പ്രതീക്ഷിച്ചിരുന്നു മദർ ഇങ്ങനെ? മദർ അന്ന് ആണല്ലോ, മദറിനെ കാണാൻ വേണ്ടി ഒരു സന്തോഷത്തോടെയല്ല പോകുന്നത്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞേച്ച് പിന്നെ മദർ എല്ലാവരെയും കൂട്ടി, എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിക്കുന്നത് എല്ലാം. അന്ന് എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ അവിടെ ആ ഒരു മഠത്തിൽ? ഞങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് 60 പേര്. അവിടെ എത്ര സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? 400 നോവിഷേറ്റല്ലേ, 400-500 പേരുണ്ടായിരുന്നു അന്നേരം. നോവിഷേറ്റിന് മാത്രമായിട്ടാണോ അതോ സിസ്റ്റേഴ്സും നോവിസസും എല്ലാവരും കൂടി ഫസ്റ്റ് ഇയർ നോവിസ്, സെക്കൻഡ് ഇയർ നോവിസ്, പ്രൊഫസ്ഡ് സിസ്റ്റേഴ്സ് ഒക്കെ കൂടി അബൌട്ട് 400 പേര് അത്രയും സിസ്റ്റേഴ്സ് ഉള്ളപ്പോഴാണ് നിങ്ങൾ 60 പേർക്ക് വേണ്ടി സിസ്റ്റർ അവിടെ ഗേറ്റിന്റെ അവിടെ വന്ന് കാത്തുന്നത് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ എവിടെ എന്നാലും ഞങ്ങൾ ആദ്യം വരുമ്പോഴേ മദറിന്റെ അടുക്കൽ ആദ്യം ചെല്ലുന്നത്. നമുക്ക് എപ്പോഴാണെങ്കിലും മദർ നിങ്ങൾക്ക് കാണാനുള്ള എല്ലാ സൗകര്യം ഉണ്ട്. മദർ ഒരിക്കലും ഒരു ഇതില്ല, അവിടെ വരാന്തയില്ല, അവിടെ കാണും. അല്ലെങ്കിൽ മദറിൻ്റെ റൂമിൽ ഒരു ചെറിയ റൂം, നിങ്ങളൊക്കെ പോയിട്ടില്ലേ? ഇല്ല പോയിട്ടില്ല. മദറിൻ്റെ ആ ഒരു ചെറിയ ഇതിൻ്റെ ഇത്രയേ ഉള്ള റൂം. അതിൻ്റെ അകത്തൊരു കട്ടിലുണ്ട്, ഒരു മേശയുണ്ട്, അതാണ് മദറിൻ്റെ റൂം. അതിൽ എല്ലാവരെയും സിസ്റ്റേഴ്സ് കാണാൻ ചെല്ലുന്നവരാണെങ്കിലും മദർ അവിടെ വെച്ച് അവിടെ വന്ന് ഓരോരുത്തരുടെ അടുത്ത് അതിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കാണാൻ പോകുമല്ലോ. ഈ അത്ര എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മേശയും കട്ടിലിടാനുള്ള സ്പേസ് അല്ലേ ഉള്ളൂ, വേറെ ഒന്നിനുള്ള സൗകര്യമില്ല. അതിപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയിരുന്ന് കാണാം. ആ എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? മദറുമായിട്ട് സിസ്റ്റർ എന്തെങ്കിലും സംഭാഷണം മദറിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ? ഒരു പർട്ടിക്കുലർ തിങ് ഞാൻ എൻ്റെ അമ്മ 88 എൻ്റെ അമ്മ മരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ആസാമിലായിരുന്നു ആ സമയത്ത്. അപ്പം മദർ പെർമിഷൻ ചോദിച്ചു, മദറിനോട് ഡയറക്റ്റായിട്ട് ചോദിച്ചില്ല, റീജിയണൽ സുപ്പീരിയേഴ്സ് ഉണ്ടല്ലോ അവരോട് ചോദിച്ചു. അന്നേരം സിസ്റ്റർ പറഞ്ഞു ആറ്റം നോക്കട്ടെ, ഞാൻ മദറിനോട് പറഞ്ഞോളാം, നീ വരാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് ആസാമിൽ നിന്ന് കൽക്കട്ടായി വന്നു കഴിഞ്ഞപ്പം അന്നേരം ഒത്തിരി സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു മദറിനെ കാണാനായിട്ട് നിൽക്കുന്നത്. എങ്കിലും മദറിനെ വിളിച്ച് എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ് എല്ലാ സംഭവങ്ങളും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ സൂക്കേട് കൂടുതലായിട്ട് എന്നുള്ള വീട്ടിൽ നിന്ന് അറിയിച്ചു. മദർ എന്നെ വിടുവോ അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നു. അന്നേരം മദർ 10-15 മിനിറ്റ് നേരെ എന്നെ ഇരുത്തി കുറേ വഴക്ക് പറഞ്ഞു, കുറച്ച് നല്ലതായിട്ട് പറഞ്ഞു. പിന്നെ വീട്ടിൽ പോന്നപ്പം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ പോകുന്നത്, ഇത് 10 വർഷം കഴിഞ്ഞേ പോകാനുള്ള അങ്ങനെ ഓരോന്നും എല്ലാം ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു മദർ. അത് കഴിഞ്ഞേച്ച് പിന്നെ അവസാനം മദർ പറഞ്ഞു, ഇത് നല്ല സ്നേഹത്തോടുകൂടി തലോടിക്കൊണ്ട് തന്നെ മദർ പറഞ്ഞു സാരമില്ല, അത് ഓഫർ ഇറ്റ് ടു ജീസസ്, ദാറ്റ് ഈസ് വാട്ട് ജീസസ് വാണ്ട്സ് ഫ്രം യു, യു ഗോ ബാക്ക്. തിരിച്ചു വിട്ടു എന്നെ ആസാമിലോട്ട് തിരിച്ചു വിട്ടു. പക്ഷേ അന്നേരം ഒത്തിരി പ്രയാസം തോന്നി എന്ന് വരികിലും അതൊരു ഇതായിട്ടെടുത്തു, ബ്ലെസ്സിങ് ആയിട്ട് തന്നെ ഞാൻ എടുത്തത്. കണ്ടില്ല മദറിന് പോരാനും പറ്റിയില്ല, മമ്മി മരിക്കുകയും ചെയ്തു. അറിഞ്ഞില്ല ആ സമയത്ത്, അത് കഴിഞ്ഞാണ് അറിയുന്നത്. ലെറ്ററിൽ കൂടിയാണ് അറിയുന്നത്. സുഖേടാന്ന് കൂടുതലാന്നൊക്കെ പറഞ്ഞ് ആദ്യം അവർ എഴുതിയായിരുന്നു. ഈ നോഷെറ്റ് കാലഘട്ടത്തിൽ അവിടെ ആയിരുന്നല്ലോ, മദർ തെരേസയുടെ കൂടെ ആയിരുന്നു. അപ്പൊ ഈ മദർ തെരേസ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ അപ്പൊ അത് കൂടെ നിങ്ങളും ചെയ്തിട്ടുണ്ടോ? മദർ കൂട്ടതി എവറി സൺഡേ മദറിന് പർട്ടിക്കുലർ അവിടെ പോയി കാലിക്കട്ട്. അതൊന്നും പറഞ്ഞാലൊന്നും
ഇതില്ല. എന്നു വെച്ചാൽ കണ്ടെന്നാലേ കണ്ട് സംഭവിച്ചാലെന്നേ അറിയത്തുള്ളൂ. അതുപോലെയുള്ള രോഗികളാണ് അവിടെ ഉള്ളത്. അവരെ ശുശ്രൂഷിക്കാനായിട്ട് മദർ ആയിരിക്കും ആദ്യം കൈയെടുക്കുന്നത്. ഞങ്ങൾ 8 ആകുമ്പോൾ മദർ ഹൗസിൽ നിന്ന് പോകും. അവിടെ ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ മദറും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. 10 നിങ്ങളുടെ തന്നെ സെന്ററിലേക്കാണ് പോകുന്നത്? ഞങ്ങളുടെ തന്നെ ഈ കാലിക്കട്ട് എന്ന് പറഞ്ഞ സ്ഥലം രോഗികൾക്കായിട്ടുള്ളത്, അനാഥ ഡൈയിങ് ഡെസ്റ്റിറ്റ്യൂട്ട്സ്, അതാണ് ആ സ്ഥാപനം. അവിടെ അങ്ങോട്ട് മദറിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പോവും. എന്നിട്ട് മദർ തന്നെ ആദ്യമേ തുടങ്ങും. മദർ ആദ്യം ചെല്ലുന്നത് ക്ലീനാക്കുന്നതാണ്. ടോയ്ലറ്റ്സ് ഇതെല്ലാം ക്ലീൻ ആക്കാനായിട്ടാണ് ആദ്യം. അത് കഴിഞ്ഞേ ഉള്ളു പിന്നെ ഞങ്ങളെ അത് കണ്ടു കഴിഞ്ഞാലേ പറയത്തുള്ളൂ. പറഞ്ഞ സ്ഥിതി മദർ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം പോകും. ആദ്യമേ തന്നെ. എന്നിട്ട് ചിലപ്പോൾ തന്നെ വർക്കേഴ്സൊന്നും ഇല്ല അന്നേരം. മദർ തന്നെ ആദ്യം ചെന്ന് ചൂലും എടുത്ത് തുടങ്ങും. ബാത്റൂം ആദ്യമേ ചെയ്യുന്ന ബാത്റൂം. അത് കഴിഞ്ഞേ ഉള്ളു പിന്നെ ബാക്കിയുള്ള. അന്നേരം പിന്നെ ഞങ്ങളെ വിളിക്കുക. അത് കഴിഞ്ഞ് ആദ്യത്തെ ആ സെറ്റ് മദർ ഇപ്പം പറയുകയാണെങ്കിൽ കൗഷഡ് എങ്ങനെയുണ്ടായിരിക്കും, അത് ഒരു ഒറ്റ വാക്കി പറഞ്ഞാൽ അതായിരിക്കും ആ സ്ഥിതി. ബാത്റൂമിലെ അവസ്ഥ, ബാത്റൂമിൻ്റെ അവസ്ഥ. അത് മദർ തന്നെ ചെന്ന് ഇതുകൊണ്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളെ വിളിക്കുള്ളൂ. അത് എന്ന് പറഞ്ഞാൽ തന്നെ ചെയ്തേച്ച് പിന്നെ ഞങ്ങളോട് വരും പറയാനായിട്ട്, ഫിനോയിലിട്ടും പിന്നെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. അതായത് അത്രയും രോഗികളായതുകൊണ്ട് തന്നെ അത്രയും വൃത്തികേടായിരിക്കും അല്ലേ? എല്ലാം പുറത്തുണ്ടാവും ആ സമയത്ത്. ഇത് മദർ തന്നെ എല്ലാം ഒറ്റയ്ക്ക് നിങ്ങളാരെയും വിളിക്കാണ്ട് തന്നെ ചെയ്യും. അതെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ചെല്ലുന്ന സമയമല്ലേ എന്ന് പറഞ്ഞാൽ അധികം എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഇത് 1 വർഷം 2 വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ. നേരത്തിന് അത്രയും ഇതില്ല. അതുകൊണ്ട് മദർ തന്നെ ആദ്യം ചെയ്തിട്ടേ ഉള്ളൂ നിങ്ങൾ വിളിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ പിന്നെ ബാക്കി ക്ലീൻ ചെയ്ത് നിങ്ങൾ ഓർത്തുകാനായിരിക്കും. മദറിൻ്റെ ജേർണലിസ്റ്റ് യൂസ് ടു ആസ്ക് മദർ വാട്ട് വിൽ ബി ആഫ്റ്റർ യു വൺസ് യു ആർ നോ മോർ ദെൻ വാട്ട് വിൽ. മദർ പറഞ്ഞ ഉത്തരം എന്തായിരുന്നു? ഐ നോ ഹൗ ടു ക്ലീൻ ദ ടോയ്ലറ്റ്.